യുഎയിലെ താമസക്കാരായ പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ രേഖയാണ് എമിറേറ്റ്സ് ഐഡി. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് മുതൽ സർക്കാർ സേവനങ്ങൾക്കും യാത്രകൾക്കും വരെ ഒഴിച്ചുകൂടാനാവാത്ത ഈ തിരിച്ചറിയൽ കാർഡ് പെട്ടെന്നൊരു ദിവസം കാണാതായാലോ മോഷണം പോയാലോ ഉണ്ടാകുന്ന പരിഭ്രാന്തി ചെറുതല്ല. എന്നാൽ ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി ഇത്തരം സാഹചര്യങ്ങളെ വളരെ ലളിതമായി മറികടക്കാൻ സാധിക്കുമെന്നത് പലർക്കും അറിവില്ലാത്ത കാര്യമാണ്. ICP പറയുന്ന ലളിതമായ നടപടിക്രമങ്ങളിലൂടെ എങ്ങനെ പുതിയ കാർഡ് സ്വന്തമാക്കാം, അപേക്ഷ വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഫീസ് ഇനങ്ങളും എന്തൊക്കെയാണ്, യുഎയിലെ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വിവരങ്ങളാണ് ഇതൊക്കെ. ഇതിനായിട്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ICP വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പുതിയ എമിറേറ്റ്സ് ഐഡിക്ക് എന്തൊക്കെ രേഖകൾ വേണം എന്നുള്ളതാണ് ആദ്യത്തേത്. പുതിയ എമിറേറ്റ്സ് ഐഡി എടുക്കാൻ വലിയ രേഖകളുടെ ഒന്നും ആവശ്യമില്ല. പാസ്പോർട്ടിന്റെ കോപ്പിയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കളർ ഫോട്ടോയും മാത്രം മതി. ഫോട്ടോ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോട്ടോയുടെ പഴക്കമാണ് ആദ്യത്തേത്. 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഫോട്ടോയാകരുത് നിങ്ങൾ നൽകുന്നത്. വെളുത്ത ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. മുഖഭാവം സ്വാഭാവികമായിരിക്കണം. കൃത്രിമമായ ചിരി, മറ്റ് എക്സ്പ്രഷനുകൾ എന്നിവയൊന്നും പാടില്ല. തല നേരെയായിരിക്കണം. കണ്ണുകൾ തുറന്നിരിക്കണം. കളർ ലെൻസുകൾ ഒഴിവാക്കേണ്ടതാണ്. കണ്ണട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ണുകൾ വ്യക്തമായി കാണുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോ. റിഫ്ലക്ഷൻ ഉണ്ടാകരുത്. പാസ്പോർട്ടിലെ വസ്ത്രധാരണത്തിന് സമാനമായ വസ്ത്രം ധരിക്കുന്നത് നല്ലതായിരിക്കും. ഫോട്ടോയുടെ റെസൊല്യൂഷൻ കുറഞ്ഞത് 600 dpi എങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തത് ഓൺലൈൻ വഴി എമിറേറ്റ്സ് ഐഡിക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ICPയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ smartservices.icp.gov.ae സന്ദർശിക്കുക. UAE പാസ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വിസ എവിടെ നിന്നാണോ ഇഷ്യൂ ചെയ്തത് ആ എമിറേറ്റിലെ ഡിപ്പാർട്ട്മെന്റ് വേണം തിരഞ്ഞെടുക്കാൻ. ഉദാഹരണത്തിന് ദുബായ് വിസയുള്ളവർ ദുബായ് അതോറിറ്റി തിരഞ്ഞെടുക്കണം. ശേഷം എമിറേറ്റ്സ് ഐഡി സർവീസസ് എന്ന സെക്ഷനിൽ പോയി എമിറേറ്റ്സ് ഐഡി ഫോർ റെസിഡന്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് സർവീസ് ആക്ഷൻ എന്നതിൽ നിന്നും റീപ്ലേസ് എമിറേറ്റ്സ് ഐഡി എന്നത് സെലക്ട് ചെയ്യണം. ശേഷം തുറന്നു വരുന്ന അപേക്ഷാ ഫോമിൽ റീപ്ലേസ്മെന്റ് ടൈപ്പ് എന്ന കോളത്തിൽ ലോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോളൻ എന്നത് സെലക്ട് ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ബാക്കി വിവരങ്ങൾ വരും. കൂടുതലായി വിവരങ്ങൾ ചേർക്കാനുണ്ടെങ്കിലും ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. നിശ്ചിത ഫീസ് അടയ്ക്കുന്നതോടെ അപേക്ഷാ നടപടികൾ കഴിയും. നിങ്ങൾക്ക് ഈ സേവനങ്ങൾക്കായി ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്. അതുപോലെ കാർഡ് എവിടെ ഡെലിവറി ചെയ്യണമെന്നും നിങ്ങൾക്ക് ഇതുവഴി സെലക്ട് ചെയ്യാം. നിങ്ങളുടെ താമസ സ്ഥലമോ അല്ലെങ്കിൽ അടുത്തുള്ള അമീർ സെന്ററോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷയിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് UAEയിലുടനീളമുള്ള ICP കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ സന്ദർശിക്കാം. ഇനി ഫീസിനെ കുറിച്ചാണ്. കാർഡ് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയതിന് അപേക്ഷ നൽകുന്നതിനൊപ്പം നിങ്ങൾ ഫീസും അടയ്ക്കേണ്ടി വരും. ഇതിനായി 300 ദിർഹം റീപ്ലേസ്മെന്റ് ഫീസ് ഉണ്ടാകും. സ്മാർട്ട് സർവീസായി 100 ദിർഹമാണ് പറഞ്ഞിരിക്കുന്നത്. അർജന്റ് സർവീസിനായി നിങ്ങൾ നേരിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ 150 ദിർഹം കൂടെ നൽകണം. ഇനി പുതിയ എമിറേറ്റ്സ് ഐഡി കയ്യിൽ കിട്ടാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ, നടപടിക്രമങ്ങൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കിയാൽ 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പുതിയ എമിറേറ്റ്സ് ഐഡി കയ്യിൽ കിട്ടും. പുതിയ ID കാർഡിന് പുതിയ കാലാവധിയല്ല, പകരം നിങ്ങളുടെ പഴയ ID കാർഡിന്റെ അതേ കാലാവധി തന്നെയായിരിക്കും. അതൊന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. പുതിയ കാർഡല്ലേ ഇനി തൊട്ട് പുതിയ കാലാവധി ആയിരിക്കും എന്ന് ചിന്തിക്കാൻ നിൽക്കരുത്. പഴയ എമിറേറ്റ്സ് ഐഡിയുടെ കാലാവധി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ ഐഡിക്കും. എമിറേറ്റ്സ് ഐഡി നഷ്ടപ്പെട്ടു എന്നത് അല്പം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും UAE ഭരണകൂടം ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ ആ പ്രക്രിയയെ സുതാര്യവും വേഗത്തിലുള്ളതുമാക്കുന്നു. ഏകദേശം 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പുതിയ കാർഡ് കയ്യിൽ കിട്ടുമെന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്.